ഹായ് എവരിവൺ, ഇന്നത്തെ വീഡിയോയിൽ പുതിയ OTT റിലീസുകൾ ഏതെല്ലാമാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് പുതിയ OTT റിലീസുകളെ കുറിച്ച് അറിയുന്നതിനും സിനിമ ഒപ്പീനിയനുകളെ കുറിച്ച് അറിയുന്നതിനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി മരീചിക എന്ന തെലുങ്ക് മൂവിയാണ്. മലയാളത്തിൽ നിന്നും അനുപമ പരമേശ്വരൻ ഇതിൽ പ്രധാന കഥാപാത്രമായി വരുന്നുണ്ട്. ഇതൊരു റൊമാൻറ്റിക് ത്രില്ലർ മൂവിയാണ്. ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കേസിന്റെ പശ്ചാത്തലത്തിലാണ് ഈ മൂവി നടക്കുന്നത്. തെലുങ്ക്, ഹിന്ദി, തമിഴ് എന്നീ ഭാഷകളിൽ ആമസോൺ പ്രൈമിൽ ഇപ്പോൾ ഈ സിനിമ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുന്നു. അടുത്തതായി കാട്ടാളൻ എന്ന മലയാളം മൂവിയാണ്. പോൾ ജോർജ് സംവിധാനം ചെയ്ത് മെയ് മാസത്തിൽ പുറത്തിറങ്ങിയ മൂവിയാണ് കാട്ടാളൻ. വളരെയധികം പ്രതീക്ഷയുണ്ടായിരുന്ന സിനിമയായിരുന്നെങ്കിലും തിയേറ്ററുകളിൽ വേണ്ടത്ര വിജയം നേടാൻ കാട്ടാളന് സാധിച്ചിരുന്നില്ല. ആമസോൺ പ്രൈം അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സിൽ കാട്ടാളൻ സ്ട്രീമിംഗ് ചെയ്യുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അങ്ങനെയാണെങ്കിൽ ജൂലൈ മാസം ആദ്യവാരം തന്നെ കാട്ടാളന്റെ റിലീസ് ഉണ്ടായിരിക്കും. അടുത്തതായി ഇൻ ദ ഹാൻഡ് ഓഫ് ഡാൻഡി എന്ന ഇംഗ്ലീഷ് മൂവിയാണ്. ഇത് പ്രധാനമായും 14-ാം നൂറ്റാണ്ട് അതുപോലെ 21-ാം നൂറ്റാണ്ട് എന്നീ കാലഘട്ടങ്ങൾ കമ്പൈൻ ചെയ്ത് കാണിക്കുന്ന ഒരു സിനിമയാണ്. നെറ്റ്ഫ്ലിക്സിൽ ജൂൺ 24 മുതൽ ഇൻ ദ ഹാൻഡ് ഓഫ് ഡാൻഡി സ്ട്രീമിംഗ് ആരംഭിക്കുന്നു. അടുത്തതായി ലാൻഡ് ഓഫ് ഫുട്ബോൾ എന്ന സീരീസ് ആണ്. ഇത് ജിയോ ഹോട്ട്സ്റ്റാറിൽ ഡയറക്ട്ലി സ്ട്രീമിംഗ് ആരംഭിക്കാൻ പോകുന്ന സീരീസ് ആണ്. കേരളത്തിലെ ഫുട്ബോൾ പശ്ചാത്തലം, അത് കടന്നു വന്നിട്ടുള്ള രീതികൾ, പരമ്പരാഗതമായി കൈമാറി വന്നിട്ടുള്ള ഫുട്ബോൾ രീതികൾ തുടങ്ങിയവയെ പ്രതിപാദിക്കുന്ന ഒരു മൂവിയാണ് ലാൻഡ് ഓഫ് ഫുട്ബോൾ. ഇത് അധികം വൈകാതെ തന്നെ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ലാൻഡ് ഓഫ് ഫുട്ബോളിന്റെ കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ ജിയോ ഹോട്ട്സ്റ്റാർ പുറത്തിറങ്ങിയിട്ടുണ്ട്. അടുത്തതായി മെയിൻ വാപ്പസ് ആവുങ്ക എന്ന ഹിന്ദി മൂവിയാണ്. ഇത് ഇന്ത്യ പാകിസ്ഥാൻ വിഭജന സമയത്ത് തന്റെ പങ്കാളിയെ നഷ്ടമാകുന്ന ഒരാളുടെ കഥ പറയുന്ന മൂവിയാണ്. നെറ്റ്ഫ്ലിക്സ് ആണ് ഇത് സ്ട്രീമിംഗ് ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ജൂലൈ ആദ്യവാരം മെയിൻ വാപ്പസ് ആവുങ്ക എന്ന മൂവി സ്ട്രീമിംഗ് ആരംഭിക്കുന്നു. അടുത്തതായി കപ്പ് എന്ന മലയാളം മൂവിയാണ്. 2024 പുറത്തിറങ്ങിയ മൂവിയാണ് കപ്പ്. മാത്യു തോമസ്, ബേസിൽ ജോസഫ്, അനഘ സുരേന്ദ്രൻ തുടങ്ങിയവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നത്. 2024 ഇറങ്ങിയിട്ടും ഇത്രയും കാലമായി ഈ സിനിമ OTT റിലീസ് ചെയ്തിരുന്നില്ല. ഇന്നിതാ ജൂൺ 25 മുതൽ കപ്പ് എന്ന മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നു. അടുത്തതായി ഡീപ്പ് വാട്ടർ എന്ന ഇംഗ്ലീഷ് മൂവിയാണ്. ഇതൊരു സർവൈവൽ ത്രില്ലർ മൂവിയാണ്. ഒരു വിമാന അപകടവും അവിടെ നിന്ന് രക്ഷപ്പെടുന്നതുമായിട്ട് കാണിക്കുന്ന ഒരു മൂവിയാണിത്. ഇതിപ്പോൾ ആമസോൺ പ്രൈമിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുന്നു. അടുത്തതായി സോണി ലൈവിൽ ഡയറക്ട്ലി സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു ഹിന്ദി വെബ് സീരീസ് ആണ്. പെർഫെക്റ്റ് ഫാമിലി എന്നാണ് സീരീസിന്റെ പേര്. ഇത് ജൂൺ 26 മുതൽ സോണി ലൈവിൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നു. ഇതൊരു ഫാമിലി ഡ്രാമ കോമഡി മൂവി ആയിരിക്കും. അടുത്തതായി സ്റ്റെയിൽ മെയ്റ്റ് എന്ന മലയാളം സീരീസ് ആണ്. ഇതിപ്പോൾ മനോരമ മാക്സിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുന്നു. അടുത്തതായി പരിമള ആൻഡ് കോ എന്ന തമിഴ് മൂവിയാണ്. ജയറാം, ഉർവശി എന്നിവരാണ് ഇതിൽ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നത്. C5-ൽ ജൂലൈ അവസാന വാരം പരിമള ആൻഡ് കോ സ്ട്രീമിംഗ് ആരംഭിക്കുന്നു. അടുത്തതായി റൈഡ് ഓർ ഡൈ എന്ന ആക്ഷൻ കോമഡി സീരീസ് ആണ്. ഇതൊരു ഇംഗ്ലീഷ് സീരീസ് ആണ്. ആമസോൺ പ്രൈമിൽ ജൂലൈ 15 മുതൽ റൈഡ് ഓർ ഡൈ സ്ട്രീമിംഗ് ആരംഭിക്കുന്നു. അടുത്തതായി ഒട്ടേറെ ജനശ്രദ്ധ നേടിയ ഒബ്സഷൻ എന്ന മൂവിയാണ്. ഇത് ആമസോൺ പ്രൈമിൽ ജൂൺ 25 മുതൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നു. വളരെ വലിയ വിജയമാണ് ഇന്ത്യയിൽ നിന്നും അതുപോലെ ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും ഒബ്സഷന് ലഭിച്ചിട്ടുള്ളത്. അടുത്തതായി M for മർഡർ എന്ന തെലുങ്ക് മൂവിയാണ്. ഇതിപ്പോൾ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുന്നു. അടുത്തതായി ഇക്ക എന്ന ഹിന്ദി കോർട്ട് റൂം ഡ്രാമ മൂവിയാണ്. ഇത് നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുന്നു. അടുത്തതായി ഔട്ടർ ബാങ്ക്സ് എന്ന പ്രസിദ്ധമായ സീരീസിന്റെ അവസാന ഭാഗമാണ്. ഇത് ഒരു അമേരിക്കൻ ആക്ഷൻ സീരീസ് ആണ്. ഓഗസ്റ്റ് 20 മുതൽ നെറ്റ്ഫ്ലിക്സിൽ ഔട്ടർ ബാങ്ക്സ് സ്ട്രീമിംഗ് ആരംഭിക്കുന്നു. ഇതൊക്കെയാണ് പുതിയ OTT അപ്ഡേറ്റ്സുകൾ. പുതിയ OTT അപ്ഡേറ്റ്സുകളെ കുറിച്ച് അറിയുന്നതിനും സിനിമ ഒപ്പീനിയനുകളെ കുറിച്ച് അറിയുന്നതിനും സിനിമാ വാർത്തകളെ കുറിച്ച് അറിയുന്നതിനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഇതിൽ കണ്ട സിനിമകളുണ്ടോ, നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന സിനിമകൾ ഏതൊക്കെയാണ്, നിങ്ങളുടെ കമന്റുകൾ രേഖപ്പെടുത്തുക. ഓക്കെ, ബൈ.